വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കപ്പയും ബീഫും വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഉണ്ടാക്കാൻ പോണത്. അതിന് എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി വന്നിട്ടുണ്ട് വീഡിയോസിൽ. അവർ നോക്കാം. പിന്നെ ഇവരും ഉണ്ടാവും ഇന്ന് എൻ്റെ കൂടെ കുക്ക് ചെയ്യാൻ. വെള്ളംകളിയുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ ക്ലബിലത്തെ ചേട്ടന്മാർ പ്രാക്ടീസ് ചെയ്യണതാണ്. അങ്ങനെ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. അതിനായിട്ട് ഇവിടെ 1.5 കിലോ ബീഫ് മേടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 1 കിലോ കപ്പയും പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ഉപ്പിലിട്ട് വേവിക്കണ പരിപാടിക്ക് കിടക്കാം. അങ്ങനെ കുക്കർ വെച്ചിട്ട് സ്റ്റവ് ഓണാക്കിയിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞത് ഇടാം. അതിന് ശേഷം കുറച്ച് ഇഞ്ചി ചതച്ചത്, പിന്നെ കുറച്ച് കറിവേപ്പില ഇടാം. എന്നിട്ട് നന്നായി ഇളക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് മാറ്റി വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫെല്ലാം ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കിയെടുക്കുക. അങ്ങനെ നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് വിസിലടിക്കണ വരെ വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് പുറത്ത് നല്ല മഴ പെയ്യാണ്. അങ്ങനെ 3 വിസിലടിച്ചപ്പോഴേലും നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. ബാക്കി പരിപാടികളൊക്കെ പുറത്താണ് സെറ്റ് ചെയ്തിരിക്കണേ. അതിനായിട്ട് വിറകൊക്കെ കത്തിച്ചിട്ട് ഉരുളിലേക്ക് വെച്ചിട്ടുണ്ട്. അതിനെ വെളിച്ചെണ്ണ ഒഴിക്കാണ്. ഓക്കെ. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കുറച്ച് ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് പച്ചമുളക് അരിഞ്ഞത്, അതിന് ശേഷം സവോള അരിഞ്ഞത്, കുറച്ച് വേപ്പില, ഇതെല്ലാം ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. സവോളൊക്കെ വാടി കഴിയുമ്പോൾ നമുക്ക് 2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 സ്പൂൺ മുളക് പൊടി ഇടാം. പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി ഇടാം. പാകത്തിന് മസാലപ്പൊടി ഇടാം. അരിഞ്ഞു വെച്ച തക്കാളി ഇടാം. അങ്ങനെ മസാല ഒക്കെ വരണ്ടു വന്നതിന് ശേഷം മാറ്റി വെച്ച ബീഫ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം. അടച്ചു വെച്ച ബീഫ് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് കൊള്ളി ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് നല്ല കത്തില്ല. നേരെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി കപ്പയും ബീഫിന്റെ ബാക്കി പരിപാടികളിലേക്ക് കിടക്കാം. ഇനി ജസ്റ്റ് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കിയെടുക്കുക. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് കൊള്ളിയും ബീഫിന്റെയും ടേസ്റ്റ് നോക്കാം. പറ, എന്താ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. എങ്ങനെയുണ്ടാ ആൽബിനെ? നല്ല ചിമ്മിട്ട സാധനമുണ്ട്. എങ്ങനെയുണ്ടാ? അങ്ങനെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചു. ഇനി അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ.